PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ വിപ്ലവകരമായ നിലപാട് പറഞ്ഞ കടുത്ത RSS വിരുദ്ധത ഉയർത്തിക്കാട്ടി സർക്കാരിനെ കൊണ്ട് തീരുമാനം മരവിപ്പിച്ച CPIക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ അത്ര വലിയ RSS വിരുദ്ധ നിലപാടുണ്ടോ? CPI നേരത്തെ മത്സരിച്ച PTP നഗർ വാർഡ് ഇല്ലാതായി. പകരം പാങ്ങോട് വാർഡ് CPIക്ക് നൽകാനായിരുന്നു മുന്നണിയിലെ തീരുമാനം. എന്നാൽ ഇതിനെതിരെ CPM-ൽ ഒരു വിഭാഗം അതൃപ്തിയുമായി എത്തി. എങ്കിലും തീരുമാനം മാറ്റാൻ നേതൃത്വം തയ്യാറായില്ല. ഒടുവിൽ CPI സ്ഥാനാർത്ഥിയായി അഭിജിത്ത് എന്ന അച്ചുവിനെ പ്രഖ്യാപിച്ചു. അച്ചു RSSൽ സജീവമായിരുന്ന കാലത്തെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെടുകയാണ്. വിവാദത്തിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഇങ്ങനെ: RSSന്റെ അനുഭാവി ഒരു സമയത്ത് അനുഭാവിയായിരുന്നു. എന്നാൽ എനിക്ക് ഒരു 2 മാസം മുമ്പ് വരെ പാർട്ടി അംഗത്വം തന്നു. എൻ്റെ കുടുംബം മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. RSSന്റെ ഒരു ആശയത്തോടെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അനുഭവം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിൽ മൊത്തം കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടൊരു തടസ്സം അതിനൊന്നും ഇല്ല. വിവാദങ്ങൾ ബാധിക്കില്ലെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും അഭിജിത്ത്. അപ്പോൾ എങ്ങനെയാണ് RSSുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ബന്ധവുമില്ല. മുഴുവൻ സമയം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം തന്നെയാണ്. RSSുമായി ഇപ്പോൾ ബന്ധമില്ല എന്ന് പറഞ്ഞതിലൂടെ മാത്രം ഇടതണികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ എന്നതാണ് മുന്നണിയെ അലട്ടുന്ന ചോദ്യം. BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ് പാങ്ങോട് വാർഡിലെ കൂട്ടുകെട്ട് എന്ന പ്രചരണം ശക്തമാക്കുകയാണ് UDF. CPIയുടെ ചില സ്ഥാനാർത്ഥികൾ RSSുമായി ബന്ധമുള്ളവർ ഇപ്പോൾ പാങ്ങോട് വാർഡിലെ അവർ സ്ഥിരം CPM-ആ മത്സരിച്ചത്. 2015 മേയർ കാൻഡിഡേറ്റായിട്ട് ജയംബാബു നിന്ന വാർഡാണ്. 50 വോട്ടിനാണ് തോറ്റ്. അത് ഇത്തവണ CPIക്ക് കൊടുത്ത് CPIയുടെ സ്ഥാനാർത്ഥി പഴയ RSSകാരനാണ്. ഇവർ തമ്മിലുള്ള ബന്ധം ക്ലിയറാണ്. ഇപ്പോൾ ഞങ്ങൾ തോറ്റാലും കോൺഗ്രസ് ജയിക്കരുത്, BJP ജയിച്ചാലും വിരോധമില്ലാണ്. അപ്പോൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുന്നത്. അവരെ ഞങ്ങൾ പരാജയപ്പെടും. എന്തായാലും അഭിജിത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി മാറുകയാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.